യൂണിറ്റ് ജനറൽ സെക്രട്ടറി ബാബു കല്ലക്കലിനെ നമ്മുടെ ഇന്നത്തെ ഈ ജനറൽ ബോഡിയുടെ എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം നന്ദി പറയുന്നത് ഞാൻ യൂണിറ്റ് പ്രസിഡന്റായ തോമസ് ചേട്ടനോടാണ്. ആ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒത്തിരി പേരെ പരിചയം വിചാരിച്ചു, പക്ഷെ എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഈ ഒരു ജില്ലയിലൊക്കെ ചെല്ലുമ്പോൾ സജീവനം ശേഖരിച്ച് വാങ്ങിച്ചൊക്കെ തരുന്ന ആ സ്നേഹത്തിനൊക്കെ അവരോട് ഇതുപോലെയൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും സംസാരിക്കാൻ ആദ്യമേ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടന്നില്ല. നമ്മുടെ ക്ഷണിപ്പിച്ച് ഹൃദയപൂർവ്വം സ്വാഗതം. അതുപോലെ നമ്മുടെ യൂണിറ്റ് ട്രഷററും ജില്ലാ സെക്രട്ടറിയുമായ നമ്പീശ്വരനെ ലിൻസിയുടെ ആകാര വിയോഗത്തിനും മെമ്പർമാർക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നപ്പോൾ കഴിഞ്ഞാൽ ഉണ്ടായപ്പോൾ എല്ലാം നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തെ ഞാൻ എടുത്തു പറയുന്നു. അത് തുടർന്നു വരുന്ന നേതൃത്വം ആരായാലും അവർക്കും ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് കാസർഗോഡ് ജില്ലയിൽ എവിടെ ചെന്നാലും വെള്ളരിക്കുടി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു വ്യാപാരി പോലും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇതുമാത്രം ചെയ്യുന്നുണ്ടോ കുറിച്ചാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടുത്തെ ഒരു മെമ്പർ എന്നോട് പറയുന്നത്. അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഹെൽത്ത് ക്യാമ്പിൽ ഒരു ഹെൽത്ത് കാർഡിന് വേണ്ടി ക്യാമ്പ് വെച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നമുക്കിവിടെ നേരെ ചൊവ്വയെ കച്ചവടം ചെയ്യാൻ പറ്റുന്നു. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ അവർക്ക് ഈ ഫോട്ടോ മൊബൈൽ എടുത്തിട്ട് അയച്ചു കൊടുത്ത് അവരോട് സൂചിപ്പിച്ചു, ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ നിയമമായിട്ട് ഊരി കിട്ടും, ഫീസ് വാങ്ങുന്ന നമ്മുടെ ഇനി ഇപ്പോൾ 60 വയസ്സ് പൂർത്തിയായ ആൾക്കാരുണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ സർക്കാർ ക്ഷേമനിധി ചേരാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾ പ്രസിഡന്റിനോട് സൂചിപ്പിച്ച് നമുക്ക് ആ സ്റ്റാഫിനോടുള്ള ശമ്പളം എന്തെങ്കിലും ഒരു ചെറിയ പൈസ തരണമെന്ന്. അതായത് പേര് കുറച്ച് കുറിച്ച് വരുത്തിയിട്ടുണ്ട്. ബാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഏറ്റെടുത്തിന് ഉത്തരവാദിത്വം ഇത്ര കൃത്യം ശ്രീ അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ KJ സജി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ തോമസ് കാനാട്ട്, വനിതാ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ മായ രാമചന്ദ്രൻ, യൂത്ത് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സാം സെബാസ്റ്റ്യൻ എന്നിവർ യോഗത്തിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അതിലൂടെ ഈ നാട്ടിലേക്കും ആകർഷിക്കുവാൻ വേണ്ട അസംഘടിതരായി ഉണ്ടായിരുന്ന നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ യൂണിറ്റ് ഭാരവാഹികൾക്ക് നിർലോഭമായി പിന്തുണയും 23-24 വർഷകാലയളവിൽ ചേർന്ന സംഘടനയെ യൂണിറ്റിന്റെ ഭാവി പ്രവർത്തനങ്ങളിലൂടെ മാതൃഭൂമിയായി സഹകരിച്ച് 3,95,570 രൂപ, മെമ്പർഷിപ്പ് ഫീ വരവ് 2,500 രൂപ, ചികിത്സാ സഹായ ഫണ്ട് വരവ് 98,750 രൂപ, 4 രൂപ 60. ജാഗ്രത സമിതി കാസർഗോഡ് ജില്ലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില യൂണിറ്റുകളിൽ ഒന്നാണ് വെള്ളരിക്കുടി യൂണിറ്റ്. ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന എല്ലാ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും യൂണിറ്റിന് ആവശ്യമായ ന്യൂനത പദ്ധതികൾ യൂണിറ്റ് ആവിഷ്കരിക്കുന്നു. ഈ കാലയളവിൽ വെള്ളരിക്കുണ്ട് ടൗൺ സൗന്ദര്യവൽക്കരിക്കുന്ന ഭാഗമായി നടത്തിയ ഹരിതം വെള്ളരിക്കുണ്ട് പദ്ധതിയും കാരണം നിങ്ങളുടെ പ്രവർത്തന ശൈലി വളരെ കൃത്യമായി TCയുടെ നേതൃത്വത്തിൽ വന്ന ഭരണസമിതി ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ച് 2 വർഷം നടത്തേണ്ട പ്രവർത്തനത്തെ കുറിച്ച് ഒരു അവലോകനം നടത്തി എക്സിക്യൂട്ടീവ് യോഗങ്ങൾ പറഞ്ഞ് തീരുമാനമെത്തി. അത് ഘട്ടഘട്ടമായി പാസ്സാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ ഈ സമൂഹത്തിന് വേണ്ടി സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് വിശപ്പ് രഹിത ടൗണാക്കി മാറ്റാൻ, അതുപോലെ ശുചിത്വമുള്ള നാട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പ്രശംസ പിടിച്ചു പറ്റി ഈ വെള്ളരിക്കുണ്ടിലെ താലൂക്ക് ആസ്ഥാനമായ വെള്ളരിക്കുണ്ട് ടൗണിന്റെ വികസനത്തിന് വ്യാപാരികളുടെ സമൂഹം വളരെയധികം നിർണായകമായി പങ്കുവച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പല വിഷയങ്ങളിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ പഞ്ചായത്ത് അധികൃതരായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ മറ്റു വിവിധ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വലിയൊരു ബന്ധം പുലർത്തിക്കൊണ്ടാണ് വ്യാപാരികളുമായി പോകുന്നത്. അത് തിരിച്ച് വ്യാപാരികളുടെ ആ സമീപനവും വ്യാപാരികളുടെ ശക്തിയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ അത്തരം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ തീർച്ചയായും ഇനിയും നല്ല പ്രവർത്തനം നടത്താൻ കഴിയണം. വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടുള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അനുദിനം കച്ചവടം കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 10 വർഷമായി വ്യാപാര മേഖല വലിയ തകർച്ചയാണ്. കേരള സർക്കാരുകളുടെ ഒരുപാട് നയം മൂലം ചെറുകിട വ്യാപാര മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു. 5-10% ആളുകൾ മാത്രമേ ഇപ്പോൾ രക്ഷപ്പെട്ടു വന്നു. ബാക്കിയുള്ള 90% വ്യാപാരികൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡിന് ശേഷം തന്നെ ഒട്ടനവധി നിയമങ്ങൾ നമുക്ക് വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് വ്യാപാരികൾക്ക് നേരെ, ചെറുകിട വ്യാപാരികൾക്ക് നേരെ നിയമങ്ങൾ കടന്നു വരുന്നുകൊണ്ടിരുന്നത്. അതിനെതിരെയാണ് കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതി കാസർഗോഡ് നടന്ന വ്യാപാര സംരക്ഷണ ജാഥ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. വന്നക്കാട് പൈതൃക റിസോർട്ടിൽ ഇതേമാതിരി എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് വരുന്ന ഒരു വർഷം എന്തൊക്കെ വേണം അവർ പ്ലാൻ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ്. ചേച്ചി 100% തന്നെ കഴിഞ്ഞ 90 തന്നിട്ട് പ്രാവശ്യം 100% അല്ലേ ലോറൻസ് ചേട്ടാ? കൊടുക്കാറില്ല, വെറുതെ പറയുന്നതല്ല അല്ലേ കാണട്ടെ. അപ്പൊ അത് ഒരു അവർ പറയുന്ന ഇങ്ങനെ പരിപാടിയുണ്ട് കച്ചവടത്തിലുള്ളതുകൊണ്ട് തൽക്കാലം DC-ക്ക് വലിയ പ്രശ്നമില്ല. അപ്പൊ ഏതായാലും നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിക്കൊണ്ട് സമൂഹത്തിന് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ചെയ്തതെന്ന് എനിക്കറിയാം. എങ്കിലും കിട്ടാനുള്ള ബാലൻസ് തുക വാങ്ങിയെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം യൂണിറ്റ് ഇപ്പോഴും കടത്തിലാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ട്രഷററും ജില്ലയുടെ സെക്രട്ടറിയുമായ ശ്രീ വാർഷിക ജനറൽ ബോഡികളാണ്. ഇവിടെ ആദ്യം തന്നെ 10 മണിക്ക് തുറന്നെന്ന് പറഞ്ഞ് നമ്മൾ 10:15 തുടങ്ങി ഏകദേശം ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നു. ഇപ്പോ രജിസ്റ്ററിൽ ഞങ്ങൾ ഒപ്പിടുമ്പോഴേക്കാണ് 125ഓളം പേര് ഒപ്പിട്ട് കഴിയും. അപ്പൊ യൂണിറ്റിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയേറെ ആളുകൾ വളരെ കൃത്യമായി നമ്മുടെ ജനറൽ ബോഡിയിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇവിടെ തെരഞ്ഞെടുക്കും. പ്രസിഡന്റിന് സൗകര്യാർത്ഥം ജനറൽ വെള്ളരിക്കുടി യൂണിറ്റിന്റെ പ്രസിഡന്റിന്റെ പേര് ഇതാണ്. മധു പാട്ടിക്കൻ, സന്തോഷ് കുമാർ കൈക്കൽ, ഫൈസൽ, അനീഷ് സൈമൺ, ജോയൽ സാനോ, വിശ്വംഭരൻ സേവി, വെന്നി വിലങ്ങാട്. ഇടയ്ക്ക് വന്ന ജനറൽ സെക്രട്ടറിയായി അവസാനം പ്രസിഡന്റിനെ വരെ കീഴ്പ്പെടുത്തി കളഞ്ഞ ഒരാളാണ് ബാബു കല്ലറ. അദ്ദേഹം തന്നെ ബാബു കല്ലറക്കൽ. വലതുകരം മുന്നോട്ട് പിടിക്കുക. ചൊല്ലിത്തരുന്ന പ്രതിജ്ഞ. വെള്ളരിക്കുണ്ടി യൂണിറ്റിന്റെ ഭാരവാഹിയായി എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ ഭരണഘടന അനുസരിച്ച് സംഘടനയുടെ ഉത്തമ താൽപര്യ സംരക്ഷണത്തിനായി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും പ്രവർത്തിച്ചു കൊള്ളുമെന്നും ഏതൊരു സാഹചര്യത്തിലും ഏകോപന സമിതിയുടെ വളർച്ചയ്ക്കും രാഷ്ട്രത്തിൻ്റെയും പൊതുജനങ്ങളുടെയും പുരോഗതിക്കും വേണ്ടി കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്താഭേദമന്യേ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് വ്യാപാരി വ്യവസായി ഏകോപനം. ഓക്കെ, അപ്പൊ ഭാരവാഹി മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വനിതാ സംഗമം വ്യാപാരി നമ്മുടെ നാടിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സജീവമായ ഇടപെടലുകൾ നടത്തി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സംഘടന മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മികവിന്റെ 2 വർഷങ്ങളാണ് കടന്നുപോയത്. ജില്ല മുഴുവൻ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ വനിതാ സംഗമത്തിന്റെ സമയത്ത് സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു യൂണിറ്റ് എന്ന നിലയിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. വെള്ളരിക്കുണ്ടിൽ അനുവദിച്ച മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി വെള്ളരിക്കുണ്ടിൽ തന്നെ ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടനയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അതേപോലെ
ഇവിടെ യോഗത്തിന് എത്തിച്ചേർന്നത്.